വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മലയാളത്തിലെ ആദ്യ കൃതികളെ കുറിച്ചാണ്. സാഹിത്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 1-2 മാർക്കിന് സാഹിത്യം എന്ന ടോപ്പിക്കിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളത്തിലെ ആദ്യ കൃതികളാണ്. മലയാളത്തിലെ ആദ്യ കാവ്യം ഏതാണ്? രാമചരിതമാണ്. ആദ്യ കാവ്യമാണ് രാമചരിതം. ആദ്യ ചമ്പു കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. ഉണ്ണിയച്ചി ചരിതമാണ് ചമ്പു കൃതി. അപ്പോൾ ഉണ്ണിയച്ചി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചായുണ്ട്, ചമ്പുവിലും എന്തുണ്ട്? ചായുണ്ട്. അപ്പോൾ ഉണ്ണിയച്ചി ചരിതമാണ് ചമ്പു കൃതി. എന്നാൽ ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് സന്ദേശം എന്നുണ്ട് അല്ലേ? അപ്പോൾ ഉണ്ണുനീലി സന്ദേശവും ഉണ്ണിയച്ചി ചരിതവും തമ്മിൽ മാറിപ്പോകരുത്. മലയാളത്തിലെ ആദ്യത്തെ ഗദ്യ സമാഹാരമാണ് ഭാഷാ കൗടില്യം. ഗദ്യ സമാഹാരമാണ് ഭാഷാ കൗടില്യം. അപ്പോൾ ഭാഷ ഒരു സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടൊരു മെയിൻ കാര്യമല്ല. ഒരു ഭാഷ അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് സാഹിത്യം എന്നുള്ളത്. അപ്പോൾ ഗദ്യം, പദ്യം അതൊക്കെ റിലേറ്റഡ് ടു എന്താണ്? സമാഹാരം, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഗദ്യ സമാഹാരമാണ് ഭാഷാ കൗടില്യം എന്ന് ഓർക്കുക. ഭാഷയും ഗദ്യവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. ശുദ്ധ മലയാളത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. കേരളത്തിലെ ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം. അപ്പോൾ നമ്മൾ വേറൊരു സന്ദേശം പഠിച്ചായിരുന്നു. ഉണ്ണുനീലി സന്ദേശം എന്താണ്? ആദ്യത്തെ സന്ദേശകാവ്യമാണ്. എന്നാൽ സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള ഒരു സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം. ആദ്യത്തെ കിളിപ്പാട്ടാണ് അധ്യാത്മരാമായണം. അതെല്ലാവർക്കും തന്നെ അറിയാം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന് തന്നെയാണ് പറയാറ്. അപ്പോൾ ആദ്യ കിളിപ്പാട്ടാണ് അധ്യാത്മരാമായണം. ആദ്യ വഞ്ചിപ്പാട്ടാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. അതും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നതാണ്. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് ആദ്യ വഞ്ചിപ്പാട്ടാണ്. ആദ്യത്തെ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. ഇതും ഫെമിലിയർ തന്നെയാണ് അല്ലേ? കല്യാണ സൗഗന്ധികം എന്നാണ് ആദ്യ തുള്ളൽ കൃതിയാണ്. ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. ആദ്യ ലക്ഷണമൊത്ത മഹാകാവ്യമാണ് രാമചന്ദ്രവിലാസം. ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. അപ്പോൾ ഈ വീണ പോവും, മലയവിലാസം എന്നുള്ളത് തിരിഞ്ഞു പോകരുത്. ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. അപ്പോൾ ലക്ഷണമൊത്ത എന്നൊരു ടേം ഉണ്ടെങ്കിലാണ് വീണപൂ വരുന്നത്. നമ്മൾ ലക്ഷണമൊത്ത ഒരാളെ കാണുമ്പോൾ നമ്മൾ വീഴുന്നതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ലക്ഷണമൊത്ത ഒരാൾ അല്ലെങ്കിൽ ലക്ഷണമൊത്ത ഒരു പുസ്തകം അല്ലെങ്കിൽ ഖണ്ഡകാവ്യമാണ് വീണപൂവ്. മലയാളത്തിലെ അച്ചടിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് കേരളോൽപ്പത്തി. അപ്പോൾ ചരിത്ര ഗ്രന്ഥമാണ് കേരളോൽപ്പത്തി. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ ഉൽപ്പത്തിനെ പറ്റി പറയുന്നതല്ലേ ചരിത്രം എന്ന് പറയാം. അപ്പോൾ ചരിത്ര ഗ്രന്ഥമാണ് കേരളോൽപ്പത്തി. ആദ്യ വ്യാകരണ ഗ്രന്ഥമാണ് മലയാള ഭാഷാ വ്യാകരണം. വ്യാകരണ ഗ്രന്ഥമാണ് മലയാള ഭാഷാ വ്യാകരണം. ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. കേരള പാണിനീയമാണ് ആധികാരിക വ്യാകരണ ഗ്രന്ഥം. കേരള പാണിനീയം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. മലയാളത്തിലെ ആദ്യ കാവ്യമാണ് രാമചരിതം. ആദ്യ ചമ്പു കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം. ആദ്യ സന്ദേശകാവ്യമാണ് ഉണ്ണുനീലി സന്ദേശം. ആദ്യ ഗദ്യ സമാഹാരമാണ് ഭാഷാ കൗടില്യം. ഗദ്യം, ഭാഷ റിലേറ്റ് ചെയ്യുക. അതുപോലെ ആദ്യ മഹാകാവ്യമാണ് കൃഷ്ണഗാഥ. മഹാകാവ്യം കൃഷ്ണഗാഥ. ആദ്യത്തെ സംസ്കൃത സന്ദേശകാവ്യമാണ് ശുഗസന്ദേശം. ആദ്യത്തെ കിളിപ്പാട്ടാണ് അധ്യാത്മരാമായണം. ആദ്യത്തെ വഞ്ചിപ്പാട്ട് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം രാമചന്ദ്രവിലാസം. ആദ്യത്തെ ഖണ്ഡകാവ്യമാണ് മലയവിലാസം. ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവാണ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ കേരള ചരിത്ര ഗ്രന്ഥമാണ് കേരള ഉൽപ്പത്തി. ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാള ഭാഷാ വ്യാകരണം. ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമാണ് കേരള പാണിനീയം. അപ്പം നമുക്ക് അടുത്ത സെറ്റിലോട്ട് പോവാം. മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏതാണ്? മലയാളത്തിലെ ആദ്യത്തെ നോവലാണ് കുന്തലത. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ആദ്യത്തെ നോവൽ കുന്തലതയാണ്. ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഇന്ദുലേഖ. ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. ആദ്യ അപസർപ്പക നോവൽ, അതായത് അപസർപ്പക നോവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള കഥകൾ ഉണ്ടാവില്ലേ, അതിനെയാണ് അപസർപ്പക നോവൽ എന്ന് പറയാം.
മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവൽ അഥവാ ഡിറ്റക്റ്റീവ് നോവലിൻ്റെ പേരാണ് ഭാസ്കരമേനോൻ. ആദ്യത്തെ സാഹിത്യ നിരൂപണമാണ് CP അച്യുതമേനോൻ്റെ സാഹിത്യ വിമർശനങ്ങൾ. ആദ്യത്തെ സാഹിത്യ നിരൂപണമാണ് CP അച്യുതമേനോൻ്റെ സാഹിത്യ വിമർശനങ്ങൾ. ആദ്യ നാടകം ഏതാ? ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. മലയാളത്തിലുള്ള ആദ്യ നാടകമാണ് മണിപ്രവാള ശാകുന്തളം. ആദ്യ രാഷ്ട്രീയ നാടകം ഏതാ? പാട്ടബാക്കിയാണ്. രാഷ്ട്രീയ നാടകം പാട്ടബാക്കിയാണ്. ആദ്യ സാമൂഹ്യ നാടകമാണ് മറിയാമ്മ. ആദ്യ സാമൂഹ്യ നാടകം മറിയാമ്മയാണ്. ആദ്യ ചവിട്ട് നാടകം അറിയാലോ, എന്താണ്? കാരന്മാൻ ചരിതം. ചവിട്ട് നാടകം കാരന്മാൻ ചരിതം. ആദ്യ ചെറുകഥ, ഇത് ചോദിക്കാറുണ്ട്, മലയാളത്തിൽ ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. വാസനാവികൃതി. ആദ്യ യാത്രാ വിവരണമാണ് വർത്തമാന പുസ്തകം. പാറേമാക്കൽ തോമാ കത്തനാരുടേതാണ് ഈ വർത്തമാന പുസ്തകം. ആദ്യ ബാലസാഹിത്യ കൃതിയാണ് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. ആദ്യ ബാലസാഹിത്യ കൃതിയാണ് ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. കേരളത്തിൽ അച്ചടിച്ച ആദ്യ മലയാള പുസ്തകവും ഇത് തന്നെയാണ്. ബാലസാഹിത്യ കൃതിയും മലയാള പുസ്തകവും ഇത് തന്നെയാണ്. ആദ്യ ജീവചരിത്രമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. മലയാളത്തിലെ ആദ്യത്തെ ജീവചരിത്രം ഏതാണ്? വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. മലയാളത്തിലെ ആദ്യത്തെ ആത്മകഥയാണ് ആത്മകഥാ സംക്ഷേപം. ആദ്യത്തെ ആത്മകഥ ആത്മകഥാ സംക്ഷേപം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത. ലക്ഷണമൊത്ത ആദ്യ നോവലാണ് ഇന്ദുലേഖ. ആദ്യ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. അപസർപ്പക നോവൽ അതായത് ഡിറ്റക്റ്റീവ് നോവലാണ് ഭാസ്കരമേനോൻ. ആദ്യ സാഹിത്യ നിരൂപണമാണ് CP അച്യുതമേനോൻ്റെ സാഹിത്യ വിമർശനങ്ങൾ. ആദ്യ നാടകം മണിപ്രവാള ശാകുന്തളം. ആദ്യ രാഷ്ട്രീയ നാടകം പാട്ടബാക്കി. ആദ്യ സാമൂഹ്യ നാടകം മറിയാമ്മ. ആദ്യ ചവിട്ട് നാടകം കാരൽമാൻ ചരിതം. ആദ്യ ചെറുകഥയാണ് വാസനാവികൃതി. യാത്രാവിവരണം വർത്തമാന പുസ്തകം. ആദ്യ ബാലസാഹിത്യ കൃതിയാണ് ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയ കഥകൾ. മലയാള പുസ്തകവും അത് തന്നെയാണ്. ആദ്യ ജീവചരിത്രമാണ് വിശുദ്ധ ത്രേസ്യയുടെ ചരിത്ര സംക്ഷേപം. ആദ്യ ആത്മകഥയാണ് ആത്മകഥാ സംക്ഷേപം. അപ്പോൾ വളരെ ചെറിയൊരു ക്ലാസ്സാണ് ഉദ്ദേശിച്ചത്. ബേസിക്കായിട്ട് നമുക്ക് അറിയണം. മലയാളത്തിൽ ആദ്യത്തെ എന്ന ടോപ്പിക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സായിട്ട് അടുത്ത ദിവസം കാണാം.